നൂറ്റാണ്ടുകളായി പണ്ഡിതന്മാരെയും ക്രിപ്റ്റോഗ്രാഫർമാരെയും ഭാഷാ വിദഗ്ധരെയുമൊക്കെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു രേഖയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വോയ്നിച്ച് മാനുസ്ക്രിപ്റ്റ്. എന്താണ് ഈ രേഖയിലുള്ളത്? എന്തുകൊണ്ടാണ് ഇത്രയും നൂറ്റാണ്ടുകളായിട്ടും ഇതിനകത്ത് എന്താണെന്നുള്ള കാര്യം വായിക്കാൻ പോലും ആർക്കും പറ്റാതെ പോയത്? ഏത് ലിപിയാണ് ഈ ഒരു രേഖയിൽ ഉള്ളത്? ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. 14-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ഉണ്ടായിരുന്ന ഒരു നായബ് എന്ന പേരുള്ളൊരു കാർഡ് ഗെയിം ഉണ്ട്. ആ കാർഡ് ഗെയിം വിശദമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ രേഖയിൽ എന്താണുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നൊക്കെ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ ഏതൊക്കെ രീതിയിൽ പഠനങ്ങൾ നടത്തിയിട്ടും അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. 15-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു രേഖ എഴുതപ്പെട്ടതെന്ന് പൊതുവെ കണക്കാക്കപ്പെടുന്നു. കാർബൺ ഡേറ്റിംഗ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ ഒരു കാലപ്പഴക്കം നിർണയിച്ചിട്ടുള്ളത്. 1912-ൽ പോളിഷ് പുസ്തക പ്രസാധകനായ വിൽഫ്രഡ് വോയ്നിച്ച് ആണ് ഈ ഒരു രേഖ ആദ്യമായി വാങ്ങുന്നത്. ഒരു കടയിൽ നിന്നും ചെറിയൊരു വിലയ്ക്ക് പുസ്തകങ്ങൾ വിൽക്കുന്നത് കണ്ടപ്പോൾ അവിടെ നിന്ന് വാങ്ങുകയാണ് ഉണ്ടായത്. അതോടുകൂടിയാണ് ഈ ഒരു രേഖയ്ക്ക് വോയ്നിച്ച് മാനുസ്ക്രിപ്റ്റ് എന്നൊരു പേര് വരാൻ കാരണം. ഈ ഒരു രേഖയെ വ്യത്യസ്തമാക്കുന്ന ഘടകം എന്തെന്നാൽ ഭൂമിയിൽ ഇന്നേ വരെ കണ്ടെത്തിയിട്ടുള്ള ഒരു ലിപിയിലുമല്ല ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ്. സസ്യങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, അതുപോലെ പല ഡയഗ്രമുകൾ, ബഹിരാകാശ വസ്തുക്കളുടെ ഫോട്ടോകൾ, മനുഷ്യരുടെ രേഖാചിത്രങ്ങൾ എന്നിങ്ങനെ പല കാര്യങ്ങളും ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലിപി, ഏതാണ് ഇതിൻ്റെ ലിപി എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. സാധാരണ ഭാഷകളുടെ പ്രത്യേകതയായ സുഗമമായ ഒഴുക്ക് ഈ ഒരു ഭാഷയിലും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലെ റൈറ്റിംഗ് ശൈലിയായ കഴ്സീവ് റൈറ്റിംഗ് ശൈലിയിലാണ് ഈ ഒരു രേഖ എഴുതിയിരിക്കുന്നത്. പല വിദഗ്ധരും നാളുകളായിട്ട് ഇതിനെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയെടുക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഇതിനെ ചുറ്റിപ്പറ്റി പല ഊഹാപോഹങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതായത് പണ്ടത്തെ ആൽക്കമിസ്റ്റുകളുടെയോ ചരിത്രകാരന്മാരുടെയോ ഒക്കെ പല രഹസ്യങ്ങളും സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു രഹസ്യ കോഡാണിതെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അല്ല, മറിച്ച് ഇതേതോ തമാശക്കാരൻ്റെ ജാലവിദ്യയാണ് എന്തോ. അതായത് മധ്യകാലത്ത് ഏതോ തമാശക്കാരൻ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പുസ്തകമാണ് ഇതെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അതല്ല, യൂറോപ്പിലെ ഏതോ നഷ്ടപ്പെട്ടു പോയ ഒരു ലിപിയാണ് ഇതെന്നുള്ള വാദം ഉന്നയിക്കുന്നവരും ഉണ്ട്. ഇതിലെ തന്നെ ഏറ്റവും രസകരമായ ഒരു വാദം എന്തെന്നാൽ അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള ഒരു രേഖയാണിതെന്നും ഇതിൽ കൂടുതൽ പഠനം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്യഗ്രഹ ലോകത്തെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റും എന്നും വാദങ്ങൾ ഉന്നയിക്കുന്നവരുമുണ്ട്. ഇനി എന്തെങ്കിലും ഈ ഒരു രേഖയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളോ കൂടുതൽ സ്റ്റഡീസോ പ്രബന്ധങ്ങളോ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇനി ചെയ്യുന്നതായിരിക്കും. നിലവിൽ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.